ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ ഏവർക്കും ഒരിക്കൽ കൂടി ഞാൻ വന്ദനം അറിയിക്കുകയാണ്. ഞങ്ങളെ ചുരുക്കം പേര് ഈ ദേശത്തേക്ക് കടന്നു വന്ന കാരണം ഒരു നാൾ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ജീവിതത്തിൽ തകർന്നവർ മുറിവേറ്റവരായി കിടന്ന സ്ഥാനങ്ങളിൽ ഞങ്ങളെ തേടി വന്ന ദൈവത്തിന്റെ സ്നേഹമുഖാന്തരമാണ്. ദോഷങ്ങളാൽ കുറവുകളാൽ ഞങ്ങളുടെ ജീവിതത്തിൽ മുറിവേറ്റ് കിടന്നപ്പോൾ ആരാലും ഞങ്ങളെ സഹായിപ്പാൻ രക്ഷിപ്പാൻ കഴിയാതെ പോയ സ്ഥാനങ്ങളില് ഞങ്ങളെ ആഴമായി സ്നേഹിച്ച് ഞങ്ങളെ തേടി വന്ന അരുമരക്ഷകനായ യേശുക്രിസ്തുവിന്റെ സ്നേഹമാണ് ഞങ്ങളെ പ്രകാരം ഭൂമിയിൽ നിർത്തുവാനിടയായത്. ആ സ്നേഹത്തിന്റെ ഒരല്പഭാഗമാണ് ഈ ദേശത്തേക്ക് കടന്നുവരുവാനിടയെത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ ലോകം വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കേരളക്കരയും തെന്നിന്ത്യ പ്രദേശങ്ങളെല്ലാം നടുക്കിക്കൊണ്ട് ഒരാക്കം സംഭവപ്പെടിയായി നമ്മുടെ പത്രമാധ്യമങ്ങളിലും TV ന്യൂസുകളിലും അതുപോലെ തന്നെ എല്ലാ വാർത്തകളിലും അത് ശക്തമായി മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അർജുൻ എന്ന ചെറുപ്പക്കാരൻ അതെ കർണാടക പ്രദേശത്ത് ഗംഗാവാലി നദിയിൽ ആ നദീതീരത്ത് താൻ വലിയൊരു മണ്ണിടിച്ചിലാൽ താൻ അകപ്പെട്ട് കാണാതെയായി പോയ സംഭവം, അനേകരോട് മരിപ്പാനിടയായ സംഭവം, ആ ലാൻഡ് സ്ലൈഡിങ്ങിൽ ഒരുപാട് കഷ്ടങ്ങൾ വന്ന കാര്യങ്ങളെല്ലാം നാം കേൾക്കുകയാണ്. നമുക്കറിയാം 4-5 വർഷങ്ങളായി കഴിഞ്ഞ കാലങ്ങളെക്കാളും ദശാബ്ദങ്ങളൊക്കെ ശക്തമായി ഈ ഭൂമിക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ഒന്ന് സഹായിപ്പതകളെ കഴിയാതെ ഉറങ്ങളിച്ചു പോകുന്ന ഒരു സന്ദർഭമുള്ള നടുവില് ഈ കാലങ്ങളില് മനുഷ്യൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിലേക്ക്, സകല രാജ്യങ്ങളെ സൃഷ്ടാവായ ദൈവത്തിലേക്ക് ഒരു മടങ്ങി വരുന്ന കാലഘട്ടമായി വന്നിരിക്കുകയാണ്. ഇന്ന് സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ അറിയാം, എങ്ങും എവിടെയും അഴിമതികളാണ്, കൊലപാതകങ്ങൾ, മോഷണങ്ങൾ, പിടിച്ചുപറികൾ, അത് വല്ലാത്ത നിലകൾ, തെറ്റായ അനവധി കാര്യങ്ങൾ, കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകുന്നു. വിവാഹമോചന കേസ് ഒരുപാട് വർദ്ധിക്കുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ അത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കലാലയശാലകൾ പലതും കലാപശാലകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇങ്ങനെ സമൂഹത്തിന്റെ ഒരു തലങ്ങളിലും അത് മനുഷ്യസ്ഥിതിയില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ വളർന്നുവരുന്ന മാതാപിതാക്കൾക്ക് ആദിയാണ്. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവരുടെ ജീവിതത്തെ ഓർത്ത്, ഭാവി ഓർത്ത് ആശങ്കപ്പെടുകയാണ്. എങ്ങനെ ജീവിക്കും, ഈ കാലം എങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആശങ്കപ്പെടുന്ന ഒരു വല്ലാത്ത കാലം. മനുഷ്യൻ ഒഴുക്കിലകപ്പെട്ട് അത് വലയുന്ന ഒരു മനുഷ്യൻ നീന്തി മറുകര എത്താൻ തുനിയുന്ന പോലെ അത് വല്ലാത്തൊരു നിലകളിലേക്ക് മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി വെപ്രാളപ്പെടുകയാണ്. ഇങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ മനുഷ്യ ദിവസങ്ങളൊന്നും നശിപ്പാൻ കഴിയുന്നില്ല. മനുഷ്യന് തത്വജ്ഞാനങ്ങള് ഒന്നും മനുഷ്യ നശിപ്പാൻ കഴിയാതെ പോവുകയാണ്. മനുഷ്യന്റെ അറിവുകൾ നല്ലതാണ്, ജ്ഞാനങ്ങൾ നല്ലതാണ്, പക്ഷെ അവയെല്ലാം പരിമിതിക്കുള്ളിൽ കൂടെ കടന്നു പോവുകയാണ്. മനുഷ്യന്റെ ജീവിതം ഒരു വല്ലാത്ത സ്ഥിതി. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയങ്ങൾ പലപ്പോഴും ചെറിയ രോഗങ്ങളിൽ നിന്ന് വലിയ രോഗങ്ങളിലേക്ക് മാരക രോഗങ്ങൾ പിടിപെട്ട് അനേക കുടുംബങ്ങൾ കടബാധകളിലും എലുക്കങ്ങളിലും പദ്ധതികളും പ്ലാനും പൊളിഞ്ഞ് എത്രയോ കുടുംബങ്ങൾ അനാഥരാകുന്ന അത്ഭുതത്തിലേക്ക് നയിക്കപ്പെടുന്നു. ഇങ്ങനെ മനുഷ്യകുലം വല്ലാത്തൊരു സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ എന്താണ് ഇതിന് കാരണം? ആദ്യ മനുഷ്യൻ അവൻ ദൈവത്തോടുകൂടെ നടന്ന മനുഷ്യൻ, അവൻ ദൈവത്തെക്കാൾ അധികം പിശാചിനെ ഭയപ്പെട്ട് പിശാചിന്റെ അടിമയായി ഇഷ്ടം ചെയ്ത് തിന്മ ചെയ്ത്
അവൻ മുഖാന്തരം അവനും അവന്റെ തലമുറകളിലും അവൻ പാർക്കുന്ന ഭൂമിയും ശപിക്കപ്പെട്ടതായി മാറി. കായ്ഫനികൾ ശാപങ്ങൾ കടന്നു വന്നു. അത് പ്രകൃതിയിൽ ശാപങ്ങൾ കടന്നു വന്നു. മനുഷ്യ ജീവിതത്തെ ശാപങ്ങൾ കടന്നു വന്നു. അങ്ങനെ ശാപങ്ങൾ വിളഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എല്ലാ കാലങ്ങളും കഷ്ടങ്ങളിലും തകർച്ചകളും കടന്നുപോയപ്പോൾ ഈ മനുഷ്യ രക്ഷിപ്പാൽ ഈ മനുഷ്യ വേണ്ടി ഒരുക്കിയ പരദീസിലേക്ക് അവൻ എത്തിക്കുവാനൊക്കെ വേണം. ദൈവം അതിനു വേണ്ടി ഒരു പരദീസ, ഒരു വഴി ദൈവം വെച്ചിട്ടുണ്ട്. മനുഷ്യന് ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ തേജസ് നൽകിയാണ് മനുഷ്യൻ സൃഷ്ടിച്ചത്, രോഗികളായിട്ടല്ല. അത് മനുഷ്യന് ആവശ്യമായ ജ്ഞാനം, ആവശ്യമായ കഴിവ് എല്ലാം നിറഞ്ഞ ഒരു മനസ്സ്, ഒരു ആത്മാവിനെ മനുഷ്യന്റെ മേൽ ഉള്ളിൽ നൽകി. എന്നാൽ മനുഷ്യനെല്ലാം നഷ്ടപ്പെടുത്തി. തിന്മകൾ അവന്റെ ജീവിതത്തിൽ സ്വീകരിച്ച് അവന്റെ കഴിവുകളും അവന്റെ പ്രാപ്തികളും അവന്റെ അനുഗ്രഹമെല്ലാം നഷ്ടപ്പെടുത്തി. അങ്ങനെ പാപത്തിനും പിശാചിനും അടിമകളായ മനുഷ്യൻ ഈ ലോകത്തിലും വരുമാന ലോകത്തിൽ തന്നെ മനുഷ്യൻ നിത്യ ദണ്ഡനങ്ങളിലേക്കും നാശങ്ങളിലേക്കും മനുഷ്യൻ കടന്നു പോകുമ്പോൾ ഇതിന് പരിഹാരം വേണ്ടേ? ഇതിന് രക്ഷ വേണ്ടേ? ഇതിന് മറുപടി വേണ്ടേ? ഇതിന് മറുപടി ഉണ്ട്. എവിടെയാണ്? ഒരാൾ ഞങ്ങൾ അങ്ങനെ ചേർന്നവരാണ്, ദൈവമല്ലെന്ന് പറഞ്ഞവരാണ്, ദൈവത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞവരാണ്. എന്നാൽ ആ കാലങ്ങളില് ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം അത് ആത്മഹത്യയുടെ സംഭവങ്ങളിലേക്ക് ചെന്നുമുട്ടിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ ചിന്തിച്ചതും ഞങ്ങൾ യാത്ര ചെയ്ത വഴികൾ തെറ്റായിരുന്നെന്ന്. അവിടെ നിന്ന് ഒരു മടങ്ങി വരാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷെ ഇരുട്ടി തപ്പി നടക്കുന്ന പോലെ വഴി കാണാതെ കിടന്ന സാധനങ്ങളില് അത് ഞങ്ങളുടെ ജീവിതത്തില് ചില വെളിച്ചത്തിന്റെ കണികൾ ഏൽപ്പേണ്ടിയായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞങ്ങളുടെ ജീവിതം സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ആവശ്യം വേണ്ടുന്ന എല്ലാവിധമായ അനുഗ്രഹം തന്നു. ഞങ്ങളുടെ പ്രത്യാശ എന്താണ്? ഈ ലോകത്തിൽ 70-80 വർഷം കൊണ്ട് മനുഷ്യൻ മരിച്ചൻ, ഞങ്ങൾ മരിച്ചൻ, ഈ മണ്ണിലേക്ക് ഞങ്ങൾ ശരീരം എന്നേക്കുമായി അവസാനിക്കുമെന്നല്ല ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്. ഞങ്ങളുടെ മരിച്ച ശരീരം മണ്ണിൽ അടക്കിയാലും ഞങ്ങളുടെ ആത്മാവ് ദൈവത്തിലേക്ക് പതിയുമോ പ്രത്യാശ. അതെങ്ങനെയാണ് ഞങ്ങൾ ലയിപ്പാണ്ടവരെ കാരണമെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വചനം വിശ്വസിച്ച മുഖാന്തരമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു പാപം ചെയ്യാതെ, ഒരു തെറ്റും ചെയ്യാതെ 3 കോടതികൾ മാറി മാറി 5 പ്രാവശ്യം വിസ്തരിക്കപ്പെട്ടിട്ടും ഒരു പാപം കണ്ടുപിടിക്കപ്പെടാൻ കഴിയാതെ അത് ദൈവത്തിനായവൻ, ഒരു പാപവും വല്ലാത്ത പരിശുദ്ധനായവൻ മനുഷ്യകുലത്തിനു വേണ്ടി ലോകത്തിന് മധ്യസ്ഥാനമായ യെരൂശലേമിൽ അവൻ AC എന്നും AD എന്നും BC എന്നും ചരിത്ര 2ആയി പിരിച്ചുകൊണ്ട് അതിനടിയിൽ കാൽവരി കുരിശ് മരിപ്പനിടയായി. അതൊരു രക്തസാക്ഷി മരണമായില്ല, പീഡന മരണമായിരുന്നില്ല. ആ മരണം എന്നുണ്ട് മനുഷ്യകുലത്തിന്റെ പാപങ്ങളിൽ മോചനം പ്രാപിപ്പാൻ, രോഗങ്ങൾ സഹിക്കാൻ പ്രാപിപ്പാൻ, ശാപകരമായ അനുഭവങ്ങൾ രക്ഷവായിപ്പാനൊക്കെ ഉള്ള മനുഷ്യകുലത്തിന് വന്നുപോയ തെറ്റുകൾക്ക് പരിഹാരമായി പ്രായശ്ചിത്തമായി നടത്തപ്പെട്ട ഒരു പ്രായശ്ചിത്ത മരണമായിരുന്നു. തെറ്റെയ്തവരാണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത്. എന്നാൽ നമ്മളെ പ്രായശ്ചിത്തമായി നമ്മളെ തെറ്റുകൾ ഏറ്റെടുത്ത് നമുക്ക് പരമായി പ്രായശ്ചിത്തമായി ദൈവപുത്രൻ ഏറ്റെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതെത്ര വലിയ സ്നേഹമാണ്. ഒരു മനുഷ്യൻ ഒരു വലിയ ചതിയിലോ കെണിയിൽ അകപ്പെട്ടാൽ ആ മനുഷ്യൻ രക്ഷിപ്പാൻ കാരണം തന്റെ ജീവൻ വരെയും കൊടുക്കുന്ന വലിയ സ്നേഹം. ആ സ്നേഹമാണ് അത് ദൈവത്തിന്റെ കാൽവരി ക്രൂശിലെ മരണം. നിങ്ങൾക്ക് ആ മരണത്തിൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് വരെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന മനസ്സാക്ഷികളുടെ ആക്ഷേപങ്ങള്, ജീവിതത്തിലുള്ള തകർച്ചകള്, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നിന്ന് അത് പാപമുഖാന്തരം പിശാച് മുഖാന്തരം വരുന്ന സകല കഷ്ടങ്ങളിൽ നിന്ന് ഒരു വീണ്ടെടുപ്പിന്റെ വിമോചനമുണ്ട് എന്ന് ഞങ്ങൾ ദൈവത്തിന്റെ വചനത്താൽ ശക്തിയായി വിളിച്ചു പറയുകയാണ്. ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്. ഈ ലോകത്ത് എല്ലാ കാലം ജീവിക്കാമെന്ന് ആർക്കും പ്രതീക്ഷയില്ല. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഈ ലോകത്ത് മാറ്റപ്പെടും. എല്ലാവർക്കും ഒരു ശവമഞ്ചം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു വല്ലാത്തൊരു ഒരവസ്ഥ, ഏത് മനുഷ്യരെയും സങ്കടപ്പെടുന്ന ഒരവസ്ഥ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ബന്ധങ്ങൾക്ക് ഒരു പ്രത്യാശയുണ്ട്. അവരുടെ മണ്ണിൽ നിന്ന് അവർക്ക് വിണ്ണിലേക്ക് ഒരു യാത്രയാണ്, ഒരു പ്രൊമോഷനാണ്, ഒരു അനുഗ്രഹത്തിലേക്കുള്ള യാത്രയാണ് അവരുടെ ജീവിതത്തിന്റെ അവസാനം. ആകയാൽ ഈ മരണാന്തരമായ ജീവിതം കണ്ണീരില്ലാത്ത, വേദനയില്ലാത്ത,
സങ്കടമില്ലാത്ത, ഭാരമില്ലാത്ത, ദുരിതമില്ലാത്ത മനോഹരമായ ഒരു ജീവിതം, മനോഹരമായ ഒരു ഭവനം, മനോഹരമായ നാട്. ആ നാട്ടിലേക്ക്, ആനന്ദകരമായ ആ നാട്ടിലേക്ക് ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ ഒരു പൈസ കൊടുക്കേണ്ട കാര്യമില്ല, ഒരു ദണ്ഡനം ചെയ്യേണ്ട കാര്യമില്ല, മലകൾ കയറേണ്ട, നിങ്ങൾക്ക് ആ മേഖല പൈസ വളരേണ്ട കാര്യമില്ല, പുണ്യയാത്രകൾ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങളുടെ ശരീരത്തെ രണ്ടിപ്പിക്കേണ്ട കാര്യങ്ങളില്ല. ഈ തികച്ചും സൗജന്യമാണ്. നാം ദൈവത്തിലുള്ള വിശ്വാസത്താൽ നിങ്ങൾക്കത് സൗജന്യമായി ലഭിക്കപ്പെടും. നിങ്ങളുടെ ഹൃദയത്തിൽ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞുമറിയാതെ വന്നുപോയ ഓരോ കുറവുകളെ കുറിച്ച് അനുസരിച്ച് ദൈവത്തിനെ കുറിച്ച് വിശ്വസിപ്പാൻ ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രക്ഷ നിങ്ങൾക്ക് സായത്തമാക്കുവാൻ കഴിയും. ഈ രക്ഷയുടെ സമാധാനം, ഈ രക്ഷയുടെ വഴി നിങ്ങൾക്ക് വേണ്ടി ദൈവം ഫലം ഒരുക്കിയിരിക്കുകയാണ്. ഈ സമാധാനം നിങ്ങൾ അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഈ ദേശത്ത് ഒരിക്കൽ കൂടി നിങ്ങളെ സുവിശേഷം അറിയിക്കുകയാണ്. ഇതൊരു സദ്വാർത്തയാണ്, ഒരു മതപ്രസംഗമല്ല, രാഷ്ട്രീയ പ്രസംഗമല്ല. ഇത് ഹല്ലേലൂയ ലോകത്തിന്റെ മറ്റ് ഒരു ഇസങ്ങളെ കുറിച്ച് പ്രസംഗമല്ല, മനുഷ്യകുലത്തിലുള്ള ദൈവത്തിലുള്ള സന്ദേശമാണ്. ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിലെ തിരക്കുകളിടയിൽ ആ മേഖല നാം കേൾക്കാതെ പോകരുത്, സകല മനുഷ്യരും കേൾക്കാതെ പോകരുത്. ആരെങ്കിലും അത് കേട്ട് ഇത് വിശ്വസിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവം കാത്തിരിക്കുന്നു, ദൈവത്തിന്റെ സ്നേഹം കാത്തിരിക്കുന്നു. ഒരപ്പന്റെ ബന്ധനം വിട്ടുപോയ ഒരു മനുഷ്യൻ തന്റെ നന്മകളും അനുഗ്രഹമെല്ലാം ആമെ നഷ്ടപ്പെടുത്തി ദൂരദേശത്തേക്ക് യാത്രയായി. എന്നാൽ താൻ അനുഭവിച്ച സ്നേഹം അവിടെ നിന്ന് ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് താൻ പലയിടങ്ങളിൽ സഞ്ചരിച്ചു പോയെങ്കിലും പക്ഷെ അവിടെ നിന്ന് ലഭിക്കാതെ അവൻ തന്റെ ഹൃദയത്തിൽ ഇറങ്ങിയപ്പോൾ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹം തോന്നി. അപ്പന്റെ വേലക്കാരെയും ഇവിടെ തന്നെ ശേഷിപ്പിക്കുകയാണ്. അല്പം പോലും ഭക്ഷണം ലഭിക്കാൻ കഴിയാതെ, ആശ്വാസം ലഭിക്കാൻ കഴിയാതെ പോയ അവന്റെ ജീവിതത്തില് ഒരു മടങ്ങി വരാൻ വേണ്ടി അവൻ ആഗ്രഹിച്ചെങ്കിലും പ്രിയപ്പെട്ടവരെ, ആ മേഖല അപ്പന്റെ ഭവനമായ ദൈവഭവനമായ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം അകന്ന് സ്വന്തം ഇഷ്ടങ്ങളെല്ലാം സ്വന്തം ആഗ്രഹപ്രകാരം സഞ്ചരിച്ച് എവിടെയെങ്കിലും പരാജയങ്ങളും വേദന സംഭവിച്ചു പോയെങ്കിൽ ഇന്ന് പലക്കാലം ഒരു മടങ്ങിയവരുടെ പകലക്കാലമായി മാറട്ടെ. ഒരു പിതാവ് നിന്നെ കാത്തിരിക്കുകയാണ്. നാം സ്വർഗീയമായ ഒരു അനുഗ്രഹം നിന്നെ കുറിച്ച് കാത്തിരിക്കുകയാണ്. ഈ ദൈവത്തിന്റെ സ്നേഹം നിന്നെ മാടി വിളിക്കുകയാണ്. ഈ സ്നേഹം അനുഭവിച്ച് മുന്നോട്ട് പോകുക. ദൈവമായ കർത്താവ് നിങ്ങളേവരെയും സഹായിക്കട്ടെന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.